Hi everybody, hope you're well. So in today's video we are just going to see something about polynomials. Okay, so ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ സാധനമാണ് നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ പഠിക്കുന്നൊരു കാര്യമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ 2 മെയിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഏതൊക്കെ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് 1 by 1 വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഈക്വേഷൻ്റെ ഫോർമാറ്റാണ്, സ്റ്റാൻഡേർഡ് ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? x² + bx + c എന്നുള്ളത്. ആൻഡ് സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊക്കെ അറിയാം. ഈ എക്സിന് 2 വാല്യൂസ് ഉണ്ടാകും അല്ലേ? x² എന്ന് പറയുമ്പോൾ x² എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആകുമ്പോൾ എക്സിന് ഏതോ 2 വാല്യൂസ് x എന്നൊരു 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസിനെയാണ് ഒരു വാല്യൂവിനെ നമ്മൾ ആൽഫ എന്നും ഒരു വാല്യൂവിനെ നമ്മൾ ബീറ്റ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽഫയും ബീറ്റയും അതാണ് സം ഓഫ് സീറോസ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ആ ഒരു സം ഓഫ് സീറോസ് ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിന് കിട്ടുന്ന വാല്യൂവും അതല്ലാതെ ഇവിടെ കിട്ടുന്ന ബിയും എയും കണ്ടോ, ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് സം ഓഫ് സീറോസ്. ആൽഫ പ്ലസ് ബീറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ കണ്ട, ഇവിടുത്തെ ബിക്ക് -b, മുമ്പിലുള്ള എയുടെ കോഎഫിഷ്യൻ്റ് x² കോഎഫിഷ്യൻ്റായ എ. So coefficient of x minus of coefficient of x divided by coefficient of x² എന്നുള്ളതാണ് ഇവിടുത്തെ ആൽഫ പ്ലസ് ബി. ഓക്കെ, ഈ മൈനസ് മറക്കരുത് കേട്ടോ. ഈ മൈനസ് ഇടുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കാൻ വേണം. കാരണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഇവിടെ ചിലപ്പോൾ നമ്പറിൽ -2 എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ -2 തന്നിട്ടുണ്ടെങ്കിൽ എന്തായി? ഇവിടെ 2 മൈനസും കൂടെ ചേർന്ന് +2 ആയിട്ട് മാറും. ആ ഒരു സംഭവം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കണേ. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് തരുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് കാണാൻ എന്താണ്? c/a. സോ ഈ 2 ഫോർമുല നല്ലപോലെ പഠിച്ചു വെക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ഈക്വേഷൻ ax² + bx + c എന്നുള്ളതിന് നമുക്ക് ഈ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതാണ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം x - ആൽഫ ഇൻറ്റു x - ബീറ്റ എന്നുള്ളതാണ് എന്ത് നമ്മുടെ ആക്ച്വലി ഏതൊരു ക്വാഡ്രാറ്റിക് ഈക്വേഷനെയും സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, ഈ ഒരു സാധനം നല്ലപോലെ മനസ്സിലാക്കുക, ഇതും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്സിൽ നമുക്ക് വരുന്നത്, ഫസ്റ്റ് എക്സസൈസിലൊക്കെ വരുന്നത് എന്താണ്? ഒരു ചെറിയ ഗ്രാഫ് തന്നിട്ടുണ്ടാകും. ഓക്കെ, ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? y is equal to p of x, if y is equal to p of x then find എന്ന് പറഞ്ഞിട്ട് the number of zeros of p of x, find the number of zeros of p of x എന്ന് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ടാകും? ഒരു ചെറിയ ഗ്രാഫ് തന്നിട്ടുണ്ടാകും. എന്നിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നോക്കിയാൽ ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്, നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് ഓക്കെ, x ആക്സിസും y ആക്സിസും വേണമെങ്കിൽ കുറച്ചുകൂടെ നീട്ടിയിട്ട് എന്ത് ചെയ്തോ? -6ഉം -yയും കൂടെ കൊടുത്താം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് ഇനി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഗ്രാഫ് ഇപ്പോൾ എങ്ങനെ ഇടുകയാണെന്ന് വെച്ചോ, ഈ ഒരു ഷേപ്പിന് നമ്മൾ പാരബോള എന്നാണ് പറയുക കേട്ടോ. ഇത് പാരബോള ഓപ്പൺ ഡൗൺവേർഡ്സ് ആണ്. ഇനി ഇതന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാരബോള ഓപ്പൺ അപ്വേർഡ്സ് ആണ്. ഓക്കെ, എയുടെ വാല്യൂ >0 ആകുമ്പോൾ ഓപ്പൺ അപ്വേർഡ്സും ഇവിടെ തന്നിട്ടുള്ള ഈ എയുടെ വാല്യൂ കേട്ടോ. അതുപോലെ എയുടെ വാല്യൂ <0 ആകുമ്പോൾ ഓപ്പൺ ഡൗൺവേർഡ്സും ആയിട്ടാണ് ഗ്രാഫ് ഉണ്ടാവുക. ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. നമുക്കിവിടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ട. നമ്മളെന്താ നോക്കുന്നത്? if y is equal to p of x ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ഓഫ് p of x എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ x ആക്സിസിലേക്ക് നോക്കുക. x ആക്സിസിൽ എത്ര പ്രാവശ്യം നമ്മുടെ ഗ്രാഫ് ടച്ച് ആയിട്ടുണ്ട്? 2 times. സോ നമ്പർ ഓഫ് സീറോസ് ഓഫ് p of x is equal to 2. ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എക്സസൈസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളതിനെ, അവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ രൂപത്തിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.